ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായ ഇൻഡോറിലെ ചപ്പൻ ദുക്കാൻ എന്ന ഫുഡ് സ്ട്രീറ്റിൽ എത്തിയിരിക്കുകയാണ് ഞാൻ. മനോഹരമായ ഒരു ഫുഡ് സ്ട്രീറ്റ്. ഒരു കാലത്ത് വലിയ തിരക്കുള്ള തെരുവായിരുന്ന ഒരു പ്രദേശത്തെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും നടക്കാനുമുള്ള ഇടമാക്കി മാറ്റിയിരിക്കുന്ന സുന്ദരമായ കാഴ്ചയാണിത്. കുടുംബസമേതം വന്നിരിക്കാനും വൈകുന്നേരം ആഘോഷമാക്കാനും ഒരിടം. പുലർച്ചെ 3 മണി വരെ ഇവിടം ഈ വിധം സജീവമായിരിക്കും. ഇതാണ് യഥാർത്ഥ ഫുഡ് സ്ട്രീറ്റ്. ഉത്തരേന്ത്യയിൽ യാഥാർത്ഥ്യമായ ഈ സംവിധാനം കേരളത്തിൽ വരാത്തതിന് കാരണമുണ്ട്. ഫുഡ് സ്ട്രീറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രതിഷേധവും പ്രകടനവും നടത്തുന്ന ആളുകളുണ്ട് കേരളത്തിൽ. അക്കാര്യത്തിൽ എനിക്ക് വലിയ നിരാശ തോന്നി. അതുകൊണ്ടാണ് യഥാർത്ഥ ഫുഡ് സ്ട്രീറ്റ് എന്താണെന്ന് കാണിക്കാൻ തീരുമാനിച്ചത്. സ്ട്രീറ്റിന്റെ 2 വശങ്ങളിലും ഭക്ഷണശാലകളാണ്. പനീർ ടിക്ക, പൊട്ടറ്റോ ട്വിസ്റ്റർ, ഇങ്ങനെ പലവിധ സാധനങ്ങൾ. നോൺ വെജ് പൊതുവെ കുറവാണ്. പല വിഭവങ്ങൾ. വെജിറ്റേറിയൻ കൂടുതലാവാൻ കാരണം ഇവിടുത്തുകാർ പൊതുവെ സസ്യാഹാരികളായതാവാം. ഓരോ സ്റ്റാളും വൃത്തിയിലും ഭംഗിയിലും ഒരുക്കിയിരിക്കുന്നു. ഞാൻ ദോശ ക്രാഫ്റ്റ് എന്ന് ബോർഡ് വെച്ച കടയിലേക്ക് ചെന്നു. വിവിധ ഇനം ദോശകളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ സാധാരണ കാണുന്ന തരം ദോശയല്ല. ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നിൽക്കുന്നത് തന്നെ ഗംഭീരമായൊരു അനുഭവമാണ്. ചീസും മറ്റും ധാരാളമായി ചേർത്തുണ്ടാക്കുന്ന ദോശയാണ്. അത് മടക്കി ഒടിച്ചല്ല പാക്ക് ചെയ്യുന്നത്. ഒരു ദോശ ത്രികോണാകൃതിയിലുള്ള പല കഷ്ണങ്ങളായി മുറിച്ചെടുക്കുന്നു. അത് മറ്റൊരാളുടെ ജോലിയാണ്. ഇങ്ങനെയാണ് നിർമ്മാണം. ആദ്യം മാവൊഴിച്ച് ദോശ നന്നായി ഒന്ന് പരത്തും. ഇനി ഇതിനു മുകളിൽ പല സാധനങ്ങൾ വിതറും. ആ സാധനങ്ങൾക്കനുസരിച്ചാണ് ദോശയുടെ പേര്. ആദ്യം മസാലക്കൂട്ടുകൾ, പിന്നെ ബട്ടർ, എന്തൊക്കെയോ പൊടികൾ. ഒടുവിൽ ചീസ് കൂടി ചേർക്കുന്നതോടെ ഇത് ചീസ് മസാല ദോശയാവുന്നു. പച്ചക്കറികൾ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി, സവോള, മല്ലിയില തുടങ്ങിയവ. പിന്നെ അല്പം പുഴുങ്ങിയ ചോളവും. അതിനു മുകളിൽ ഏതാനും സോസുകൾ ഒഴിച്ചു. അതോടെ വിഭവം കോൺ ചീസ് ദോശയാവുന്നു. എന്തൊക്കെയാണ് ചേരുവകളെന്ന് എനിക്കും പിടികിട്ടിയില്ല. പലതരം ദോശകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അങ്ങേയറ്റത്ത് ചൈനീസ് ചോപ്സ് ആണ് തയ്യാറാവുന്നത്. അതിൽ പ്രത്യേക തരത്തിലുള്ള എന്തെല്ലാമോ മസാലക്കൂട്ടുകളാണ് ചേർക്കുന്നത്. നടുവിലെ കല്ലിൽ ചീസ് മസാല ദോശ തയ്യാറാവുന്നു. ചീസും മസാലയുമൊക്കെ ഇട്ട് അത് നന്നായി ഒന്ന് പരത്തും. നമ്മുടെ മസാലദോശ പോലെയല്ല. ഇതാണ് കോൺ ചീസ് മസാലദോശ. മസാലയും ചീസും ബട്ടറുമെല്ലാം കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുന്നു. ഈ പാചകം കണ്ടു നിൽക്കുന്നത് തന്നെ ഗംഭീരമായൊരു അനുഭവമാണ്. ദോശയ്ക്ക് മുകളിൽ മസാലയെല്ലാം കൂടി ഒരു പാത്രം കൊണ്ട് മൂടിവെക്കും. ആവിയിൽ നന്നായി ഒന്ന് വേകാനാണ്. നടുവിലെ ചീസ് മസാല ദോശയിൽ മസാലയാണ് കൂടുതൽ. പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും മറ്റുമുണ്ട്. ഈ പാചകം നല്ലൊരു കലാപരിപാടി തന്നെയാണ്. ഇതിലെല്ലാം ചീസ് ധാരാളമായി ചുരണ്ടിയിടും. അങ്ങേയറ്റത്തെ ചൈനീസ് ചോപ്സിലും ചീസ് വിതറിയിട്ടുണ്ട്. പിന്നെ മടക്കിയെടുക്കുന്നു. ഇങ്ങനെ തന്നെ ആവശ്യക്കാർക്ക് നൽകുകയല്ല. വീണ്ടും ചെറു കഷ്ണങ്ങളായി മുറിക്കുന്നു. പിന്നെ അലൂമിനിയം ഫോയിൽ പാത്രത്തിലാക്കുന്നു. ഇങ്ങേയറ്റത്തെ കോൺ ചീസ് മസാല ഇടയ്ക്കിടെ ഇങ്ങനെ ഒന്ന് ഇളക്കിയിടുകയും മസാല നന്നായി പരത്തുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ചട്ടകം കൊണ്ട് പല കഷ്ണങ്ങളായി മുറിക്കുന്നു. ഒരിക്കൽ കൂടി ചീസ് ചുരണ്ടിയിടുകയായി. അതോടെ ദോശയുടെ രുചി തന്നെ മാറും. കണ്ടു നിൽക്കുന്നവരിൽ കൊതി ഉണർത്തുന്ന പാചകം. ഇതുപോലെയാണ് ഇവിടെ 56 കടകളിലും ഓരോ വിഭവവും തയ്യാറാവുന്നത്.
ഇങ്ങനെ ഇഷ്ടഭക്ഷണം കൺമുന്നിൽ ഉണ്ടാക്കി വാങ്ങുന്നതും കഴിക്കുന്നതും എങ്ങനെയാണ് സദാചാര ലംഘനമാവുന്നത്? ഒരു സ്റ്റാളിന്റെയും അകത്തിരുന്ന് ആരും ഭക്ഷണം കഴിക്കുന്നില്ല. അതെല്ലാം ഭക്ഷണം ഉണ്ടാക്കാനുള്ള ഇടങ്ങൾ മാത്രമാണ്. ഇങ്ങനെ മനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്ന തുറന്ന സ്ഥലത്തെ ബെഞ്ചുകളിലിരുന്നാണ് കഴിക്കുക. നല്ല വൃത്തിയുള്ള പ്രദേശം. കൊതുകില്ല, ഈച്ച ശല്യമില്ല, ദുർഗന്ധമില്ല. ഇത് ഇന്ത്യയിലെ ഒരു പട്ടണമാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ചിലർക്കെങ്കിലും മടി കാണും. ഇത്തരത്തിലാണ് കേരളത്തിലെ ഫോർട്ട് കൊച്ചിയും മട്ടാഞ്ചേരിയും കോഴിക്കോട്ടെ മിഠായി തെരുവും ഒരുക്കേണ്ടത്. 1-2 ഫുഡ് സ്ട്രീറ്റുകൾ കേരളത്തിലെ എല്ലാ നഗരത്തിലും ഉണ്ടാവണം. സായന്തനങ്ങളിൽ വീട്ടിൽ അടച്ചിരിക്കാതെ നമ്മുടെ കുടുംബങ്ങൾ പുറത്തിറങ്ങട്ടെ. പലതരം ആളുകൾ എങ്ങനെ ജീവിക്കുന്നെന്ന് കാണട്ടെ. അതിനുള്ള ഒരു സ്ഥലമാണിത്. പൊടിയില്ല, ഫോണടികളില്ല, ബഹളങ്ങളില്ല. ഇത് ഇന്ത്യയിലാണ്. ചില മലയാളികളെങ്കിലും പുച്ഛത്തോടെ കാണുന്ന മധ്യപ്രദേശ് എന്ന സംസ്ഥാനത്തെ കാഴ്ചയാണ്. ബൈക്കിലാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഇവിടേക്ക് വരുന്നത്. സാധാരണക്കാരാണ് വരുന്നതെന്നാണ് അതിന്റെ അർത്ഥം. സാധാരണക്കാർക്ക് യൂറോപ്യൻ നിലവാരത്തിൽ ജീവിക്കാനുള്ള അവസരമൊരുക്കുകയാണ് ഇത്തരം സംവിധാനങ്ങളിലൂടെ. വെറുതെയല്ല ഇവിടെയൊക്കെ ഭരണത്തിലുള്ളവരെ തന്നെ പിന്നെയും പിന്നെയും ജനങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നടന്ന് ചപ്പൻ ഡൂക്കാന്റെ പുറത്തെ തെരുവിലേക്കെത്തി. ഇവിടെ കുതിരക്കാരും പഞ്ഞിമിഠായി വിൽക്കുന്നവരുമെല്ലാമുണ്ട്. കുതിരപ്പുറത്തിരുന്ന് ധീരതയോടെ ഫോട്ടോ എടുക്കുന്നു ചിലർ. കുതിരയാകട്ടെ ലജ്ജയോടെ തല കുമ്പിട്ട് നിൽക്കുന്നു. 100 കണക്കിന് ബൈക്കുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഫുഡ് സ്ട്രീറ്റിന് അനുബന്ധമായി ഒരുക്കിയിട്ടുണ്ട്. സാധാരണക്കാരുടെ വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്, അല്ലാതെ കാർ പാർക്ക് ചെയ്യുന്ന ഇടമല്ല. ചെറിയ കുടുംബങ്ങൾ സായന്തനങ്ങളിൽ ഇവിടേക്ക് വരുന്നു. അവർക്ക് ആഘോഷിക്കാനുള്ള ഒരു സ്ഥലം. എന്തു നല്ലൊരു ആശയമാണത്. പഞ്ചാബ് റാവു കാറുമായി ഇവിടെയുണ്ട്. അതിൽ കയറി. ഇപ്പോൾ നേരം 9 മണി കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. രാവിലെ സാഞ്ചിയിലും ഭോജ്പൂരിലുമൊക്കെയായി കുറെ നേരം വെയിൽ കൊണ്ട് നടന്നതാണ്. ഇനി ഹോട്ടലിലേക്ക് പോവുകയാണ്. ഇവിടുത്തെ റാഡിസൺ ബ്ലൂ ഹോട്ടലിലാണ് മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. ആ ഹോട്ടലിന് മുന്നിൽ പഞ്ചാബ് റാവു കാർ കൊണ്ടുചെന്ന് നിർത്തി. ഞാൻ ലോബിയിലേക്ക് കയറി ചെന്നു. പഞ്ചാബ് റാവുവിന്റെ ഒരു സുഹൃത്തിന്റെ വീട് ഇവിടെ അടുത്തുണ്ട്. അദ്ദേഹം അവിടേക്ക് പോയി. മനോഹരമായ ഒരു ഹോട്ടലാണ് റാഡിസൺ ബ്ലൂ. ചെക്ക് ഇൻ ചെയ്തു. 5000 രൂപയ്ക്ക് താഴെയാണ് ഒരു രാത്രിയുടെ മുറി വാടക. സീസണും ബുക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമും അനുസരിച്ച് താരിഫ് മാറിക്കൊണ്ടിരിക്കും. ഒരു ഫിക്സഡ് റേറ്റ് അല്ല ഇത്തരം ഹോട്ടലുകളിൽ ഉണ്ടാവുക. ഇന്റർനെറ്റിൽ ഓരോ ബുക്കിംഗ് സൈറ്റുകൾ വഴി ബുക്ക് ചെയ്യുമ്പോഴും നിരക്കിൽ പ്രകടമായ വ്യത്യാസം കാണാം. ഞാൻ ബുക്ക് ചെയ്തപ്പോൾ 5000-ന് താഴെ തുകയ്ക്കാണ് മുറി ലഭിച്ചത്. ലിഫ്റ്റിൽ കയറി. 7ാം നിലയിലാണ് മുറി. ഹോട്ടലിലെ ജീവനക്കാരൻ എന്റെ ബാഗും എടുത്ത് കൂടെയുണ്ട്. ഇവിടെയൊക്കെ ഒരു അവകാശം പോലെ നിർബന്ധപൂർവം ഇവർ ബാഗ് എടുക്കും. ഈ ബാഗുമായി പോകുന്നവർക്ക് ഒരു ചെറിയ തുക ടിപ്പ് ലഭിക്കുന്നതാണ്. ബാഗ് ഞാൻ എടുത്തുകൊള്ളാം എന്ന് പറയുമ്പോൾ അവർക്ക് ടിപ്പ് ലഭിക്കാനുള്ള സാഹചര്യമാണ് നഷ്ടപ്പെടുക. മറ്റുള്ളവരെ കൊണ്ട് ബാഗ് എടുപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ലെങ്കിലും ഇവരെ വിലക്കാനാവാത്തത് അതുകൊണ്ടാണ്. 100 രൂപ ഇയാൾക്ക് ലഭിക്കാനുള്ള സാഹചര്യം നഷ്ടപ്പെടുത്തേണ്ടതില്ലല്ലോ. നല്ല മുറി. എയർ കണ്ടീഷൻ ചെയ്ത് ഫ്രഷ് ആക്കിയിട്ടിരിക്കുന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ജീവനക്കാരൻ പോയി. ഞാൻ ലഗേജ് എല്ലാം ഒതുക്കി. ദേഹം മുഴുവൻ വിയർപ്പും പൊടിയുമാണ്. ഒന്ന് കുളിക്കണം. ബെഡ് കാണുമ്പോൾ നേരെ അങ്ങ് കയറിക്കിടക്കാൻ തോന്നും. സൗകര്യങ്ങളെല്ലാമുള്ള നല്ല മുറി. നന്നായി ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നു. ടെലിവിഷൻ, നല്ല ഫർണിച്ചറുകൾ. 5 സ്റ്റാർ ഹോട്ടലാണിത്. ഇന്റർനാഷണൽ ഹോട്ടൽ ചെയിനാണല്ലോ റാഡിസൺ ബ്ലൂ. ആ നിലവാരം ഇവിടുത്തെ ഓരോ സംവിധാനത്തിലുമുണ്ട്. ടോയ്ലറ്റും നല്ല കളർ സ്കീമിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. മനോഹരമായ ടോയ്ലറ്റ്.
ജാലകത്തിലെ തിരശീല മാറ്റി ഞാൻ പുറത്തേക്ക് നോക്കി. ഇൻദോർ നഗരം ഇപ്പോഴും സജീവമാണ്. ഹോട്ടലിന് തൊട്ടു താഴെ ഒരു ജംഗ്ഷനുണ്ട്. അവിടുത്തെ ട്രാഫിക്കിന് ഒരു നിയമവുമില്ലെന്ന് തോന്നും. അടുത്ത പ്രഭാതത്തിൽ അതേ ജാലകത്തിലൂടെ നോക്കുമ്പോൾ നഗരം ഉണർന്നു വരുന്നതേയുള്ളൂ. നേരം 6 മണിയായിട്ടുണ്ട്. അതിവിശാലതയിൽ പരന്നു കിടക്കുകയാണ് ഇൻദോർ നഗരം, മധ്യപ്രദേശിലെ ഏറ്റവും വലിയ നഗരം. അധിക സമയം അവിടെ ചെലവഴിക്കാനില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രഷായി 6:30 പുറത്തേക്കിറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ റെസ്റ്റോറന്റ് തുറന്നിട്ടില്ല. ഇന്ന് ദീർഘമായൊരു യാത്രയുണ്ട്. അതിനാൽ അല്പം നേരത്തെ പുറപ്പെടാമെന്ന് പഞ്ചാബ് റാവുവും പറഞ്ഞിരുന്നു. ചെക്കൌട്ട് ചെയ്ത് റിസപ്ഷനിൽ കീ തിരികെ ഏൽപ്പിച്ച് പുറത്തിറങ്ങി. മുറ്റത്ത് വാഹനവുമായി പഞ്ചാബ് റാവു റെഡി. റാഡിസൺ ബ്ലൂ ഹോട്ടലിന് മുന്നിൽ നിന്നും യാത്ര ആരംഭിച്ചു. നഗരത്തിന്റെ ഹൃദയത്തിലാണെങ്കിലും നല്ല പച്ചപ്പൊക്കെയായി മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ക്യാമ്പസാണ് റാഡിസൺ ബ്ലൂവിന്റേത്. 5 സ്റ്റാർ ഹോട്ടലാണല്ലോ. ഹോട്ടൽ ക്യാമ്പസിൽ നിന്നും പുറത്തിറങ്ങി. ഇന്ന് ഓംകാരേശ്വർ, മഹേശ്വർ, മാണ്ഡവ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. പ്രാധാന്യമാർന്ന ചരിത്ര സ്ഥലങ്ങളാണ് അതൊക്കെ. അവിടേക്ക് പോകുന്നതിനു മുൻപ് ഇൻദോർ നഗരത്തിലെ തന്നെ ഒരു പ്രധാന കാഴ്ച ചിത്രീകരിക്കണം. ഇവിടെ കാഞ്ച് മന്ദിർ എന്നറിയപ്പെടുന്ന ഒരു ക്ഷേത്രമുണ്ട്. ധാരാളം ഗ്ലാസ് ഉപയോഗിച്ചുള്ള ഒരു നിർമ്മിതിയാണത്. ജൈനക്ഷേത്രം. അതൊന്ന് കാണണം. ഇന്നലെ അവിടേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ഇവിടെ പാതകൾ എത്ര വൃത്തിയുള്ളതാണെന്ന് കാണുക. ഈ വൃത്തി ഇവർ എന്നും നിലനിർത്തുന്നുണ്ട്. വീണ്ടും നഗരത്തിന്റെ തിരക്കുണ്ടാവാറുള്ള ഭാഗത്തേക്കെത്തി. പക്ഷേ ഇപ്പോൾ അധികം ട്രാഫിക് ഇല്ല. രാവിലെ ആയതുകൊണ്ടാണ്. പാതയോരങ്ങളെല്ലാം പുലർച്ചെ തന്നെ അടിച്ചുവാരിയിരിക്കുന്നു. ഇൻദോറിന്റെ തിരക്കില്ലാത്ത കാഴ്ചകളിലൂടെ ഇങ്ങനെ പോകുന്നത് രസമാണ്. പഞ്ചാബ് റാവുവിന് നഗരത്തിലെ എല്ലാ വഴികളും അറിയാം. ടൂറിസ്റ്റുകളുമായി നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നയാളാണല്ലോ. റാവുവിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് വലിയ ആളുകളാണ്. IASകാരും ഉയർന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അക്കൂട്ടത്തിലുണ്ട്. അവരുടെയൊക്കെ സ്ഥിരം ടാക്സിക്കാരനാണ് റാവു. ഫോൺ സംഭാഷണം അവസാനിപ്പിക്കുമ്പോൾ മാഡത്തിന് സുഖമാണോ, കുട്ടികൾ എന്തു ചെയ്യുന്നു എന്നൊക്കെ ഇദ്ദേഹം ചോദിക്കുന്നത് കേൾക്കാം. ആ ഉദ്യോഗസ്ഥന്മാരുമായി എല്ലാം ഒരു കുടുംബ സൗഹൃദം സൂക്ഷിക്കുന്ന ഡ്രൈവറാണ് പഞ്ചാബ് റാവു. ഈ യാത്രയിൽ എനിക്ക് ഇദ്ദേഹത്തെ കിട്ടിയത് വളരെ സഹായകമായിരിക്കുന്നു. ഇൻദോറിന്റെ പ്രധാന നഗരഭാഗമാണ് ഇത്. ഇന്നലെ വൈകുന്നേരം ഇതുവഴി പോകുമ്പോൾ വാഹനങ്ങളുടെ ബഹളമായിരുന്നു ഇവിടെ. ജനങ്ങളും വാഹനങ്ങളും നിറഞ്ഞിരുന്ന ഈ തെരുവ് ഇങ്ങനെ കാണുമ്പോൾ വിചിത്രമായി തോന്നും. അല്പനേരം കൂടി കഴിഞ്ഞാൽ കഥ മാറും. എക്കാലത്തും മധ്യപ്രദേശിന്റെ വാണിജ്യ തലസ്ഥാനം ഇൻദോർ ആയിരുന്നു. മറാത്ത സാമ്രാജ്യകാലത്തും ബ്രിട്ടീഷ് ഭരണകാലത്തുമെല്ലാം. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി മാറാൻ ഇൻദോർ വലിയ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. മറ്റേതൊരു ഉത്തരേന്ത്യൻ വൻ നഗരത്തെയും പോലെ തെല്ലൊരു വൃത്തികെട്ട അവസ്ഥയിലായിരുന്നു 2015 വരെ ഇൻദോറും. എന്നാൽ സംസ്ഥാനത്തിന്റെ വാണിജ്യ തലസ്ഥാനമായ നഗരം ഇന്ത്യയിലെ മറ്റു നഗരങ്ങൾക്ക് മാതൃകയാകണം എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ഇൻദോറിനെ മാറ്റിമറിച്ചത്. ഇതിനായി ആദ്യം ചെയ്തത് 1746 പൊതു ഓടകളും 5600 സ്വകാര്യ ഓവുചാലുകളും വൃത്തിയാക്കുകയും ജലനിർഗമനം എളുപ്പത്തിലാകും വിധം ക്രമീകരിക്കുകയുമായിരുന്നു. നഗരത്തിന്റെ പല ഭാഗങ്ങളിൽ സ്ഥാപിച്ച 7 അഴുക്കുവെള്ള സംസ്കരണ പ്ലാന്റുകളിലേക്കാണ് ഓടകളിൽ നിന്നുള്ള ജലമെത്തുന്നത്. 150 ഹൈടെക് മൂത്രപ്പുരകൾ നഗരത്തിന്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചു. കുളങ്ങളും കിണറുകളുമെല്ലാം വൃത്തിയാക്കി. പാതയോരങ്ങൾ സുന്ദരമാക്കി. ഒഴിവുള്ള സ്ഥലങ്ങളിലെല്ലാം ചെറുമരങ്ങളും പൂച്ചെടികളും നട്ടു. അങ്ങനെ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി ഇൻദോർ മാറുകയായിരുന്നു. മറാത്ത സാമ്രാജ്യത്തിന്റെ വേരുകൾ ഇപ്പോഴും നിലനിൽക്കുന്ന നാടാണ് ഇൻദോർ. ആ ചരിത്രമോർത്ത് ഞാനിരിക്കെ കാർ കാഞ്ച് മന്ദിറിന്റെ സമീപമെത്തി.
പഞ്ചാബ് റാവു കാർ ഒരിടത്ത് ഒതുക്കി നിർത്തി. മനോഹരമായ ഒരു പുരാതന മന്ദിരമാണ് മുന്നിൽ കാണുന്നത്. ഇതാണ് കാഞ്ച് മന്ദിർ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ പഞ്ചാബ് റാവു പറഞ്ഞു, ഇത് കാഞ്ച് മന്ദിരല്ല, അതിനടുത്തുള്ള മറ്റൊരു കെട്ടിടമാണ്. ശീഷ് മഹൽ എന്നാണ് ഇതിന്റെ പേര്. 1 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കെട്ടിടമാണ്. ഇൻദോറിലെ പ്രമുഖ വ്യവസായിയായിരുന്ന സേത് ഹുക്കും ചന്ദ് നിർമ്മിച്ചതാണ് കെട്ടിടം. അദ്ദേഹത്തിന്റെ വീടായിരുന്നു ഇത്. കുറെ കാലത്തിന് ശേഷം ഇതൊരു ഹോട്ടലാക്കി മാറ്റിയിരുന്നു. പിന്നെ പതിറ്റാണ്ടുകളോളം അടഞ്ഞുകിടന്നു. ഇപ്പോൾ ഇതിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. എന്തായാലും പുനരുദ്ധാരണം നടക്കുന്നു എന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. തൊട്ടടുത്തുള്ള ഈ ചെറിയ കെട്ടിടമാണ് കാഞ്ച് മന്ദിർ. ശീഷ് മഹലുമായി താരതമ്യം ചെയ്യുമ്പോൾ കാഞ്ച് മന്ദിർ വളരെ അപ്രധാന കെട്ടിടമാണെന്ന് തോന്നും. ജൈന മതസ്ഥരുടെ ഒരു ക്ഷേത്രമാണ് ഇത്. ഞാൻ അതിന്റെ പടവുകളിലേക്ക് കയറി. കവാടത്തിൽ ഒരാൾ നിൽപ്പുണ്ട്. അദ്ദേഹമാണ് ക്ഷേത്രത്തിന്റെ കാവൽക്കാരൻ. അദ്ദേഹം വിശേഷങ്ങളൊക്കെ അന്വേഷിച്ചു. എവിടെ നിന്നാണ് വരുന്നതെന്നു മുതൽ വീട്ടുവിശേഷം വരെ. വളരെ സൗഹൃദത്തിലാണ് ആൾ. ക്ഷേത്രത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ പറഞ്ഞു തന്നു. 9 മണിക്ക് ശേഷം മാത്രമേ ക്ഷേത്രത്തിലേക്ക് ആളെ കയറ്റുകയുള്ളൂ. അകത്ത് കയറി ഷൂട്ട് ചെയ്യാനും പറ്റില്ല. ഞാൻ പുറത്തു നിന്നുകൊണ്ട് കിട്ടാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയെടുത്തു. പ്രേക്ഷകരെ ഇത് കാണിക്കണമല്ലോ. കണ്ണാടി ചില്ലുകൾ കൊണ്ട് മനോഹരമായി അലങ്കരിച്ച ഒരു ക്ഷേത്രമാണിത്. പുറത്തു നിന്നുകൊണ്ട് പകർത്തിയ ദൃശ്യങ്ങളാണിത്. അകത്തേക്കൊന്ന് കയറട്ടെ എന്ന് ഞാൻ താഴ്മയോടെ ചോദിച്ചെങ്കിലും ഇദ്ദേഹം അനുവദിച്ചില്ല. സത്യസന്ധനായ കാവൽക്കാരൻ. പിന്നെയും ഞാൻ അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കണ്ടപ്പോൾ കൈകൂപ്പി നമസ്തേ പറഞ്ഞ് അദ്ദേഹം എന്നെ ഒഴിവാക്കി. വേറെ കുറച്ച് ആളുകളും ക്ഷേത്രം കാണാനായി എത്തിയിട്ടുണ്ട്. 9 മണി കഴിഞ്ഞേ അകത്തേക്ക് കയറ്റൂ എന്ന് പറഞ്ഞ് കാവൽക്കാരൻ അവരെയും പുറത്തു നിർത്തിയിരിക്കുകയാണ്. കാഞ്ച് മന്ദിറിനേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് ശീഷ് മഹലാണ്. ശീഷ് മഹൽ പഴയ പ്രൗഢിയിലേക്ക് തിരിച്ചുവരും എന്ന പ്രതീക്ഷയോടെ അതിനു മുന്നിൽ നിന്നും യാത്ര തുടർന്നു. ഓംകാരേശ്വറിലേക്കാണ് പോകുന്നത്. പ്രമുഖമായൊരു ക്ഷേത്ര നഗരമാണ് ഓംകാരേശ്വർ. നമ്മൾ മലയാളികൾക്ക് അധികം കേട്ടുകേഴ്വിയില്ലെങ്കിലും ഉത്തരേന്ത്യക്കാർക്ക് പ്രധാനപ്പെട്ടൊരു തീർത്ഥാടന സ്ഥലമാണത്. നർമ്മദാ നദിയുടെ തീരത്തുള്ള മഹാക്ഷേത്രം. വലിയ തീർത്ഥാടക പ്രവാഹമാണ് അവിടേക്ക് ഉണ്ടാവുക. അതോടൊപ്പം നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണത്. ഓംകാരേശ്വറിൽ നിന്നും മഹേശ്വറിലേക്ക് യാത്ര തുടരണം. വലിയൊരു കൊട്ടാരമാണ് മഹേശ്വറിലെ പ്രധാന കാഴ്ച. പുരാണത്തിൽ ശക്തനായ രാജാവായി അറിയപ്പെടുന്ന കാർത്തവീരാർജുനൻ മഹേശ്വർ കേന്ദ്രമാക്കിയാണ് ഭരിച്ചിരുന്നതെന്നാണ് വിശ്വാസം. പുതിയ കാലത്ത് അഹല്യാബായ് ഹോൾക്കർ എന്ന റാണി അഹല്യാദേവിയുടെ പേരിലാണ് മഹേശ്വർ പ്രശസ്തമാകുന്നത്. അവർ നിർമ്മിച്ച കോട്ടയും കൊട്ടാരവുമെല്ലാം അവിടെയുണ്ട്. മഹേശ്വറും നർമ്മദാ നദിയുടെ തീരമാണ്. മഹേശ്വറിലെ കാഴ്ചകൾ പകർത്തിയ ശേഷം എനിക്ക് മാണ്ഡവിലേക്കെത്തണം. സുൽത്താൻമാരുടെ രാജനഗരമായിരുന്നു മാണ്ഡവ്. നർമ്മദയുടെ തീരത്തേക്ക് എത്തണമെങ്കിൽ മലയിറങ്ങണം. ഇൻദോറും ഭോപ്പാലുമെല്ലാം ഉയർന്ന ഭാഗത്തെ നഗരങ്ങളാണ്. വിന്ധ്യപർവ്വതത്തിന്റെ ഭാഗങ്ങളാണ് ഇതൊക്കെ. ഒരു ചുരം റോഡിലൂടെ മലയിറങ്ങി വേണം നർമ്മദാ തടത്തിലേക്കെത്താൻ. 2 മണിക്കൂറോളം മലമ്പാതയിലൂടെ തന്നെയാവും യാത്ര. വിന്ധ്യനിൽ അനേകം ഹെയർപിൻ വളവുകളോടുകൂടിയ പാതയുണ്ട്. ചോറൽ ഘട്ട് എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ചോറൽ എന്നു പേരുള്ള ഒരു പട്ടണം താഴെ ഭാഗത്തുണ്ട്. അതിന്റെ പേരിലാണ് ഈ ചുരം പാത അറിയപ്പെടുന്നത്. റോഡ് പലയിടത്തും പൊട്ടിപ്പൊളിഞ്ഞാണ് കിടക്കുന്നത്. പ്രധാനപ്പെട്ടൊരു ഹൈവേ തന്നെയാണ്. താഴ്വാരത്തു നിന്നും ഇൻദോർ ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്കുള്ള പ്രധാന പാത. വനപ്രദേശത്തു കൂടിയാണ് പോകുന്നത്. ചോറൽ ഫോറസ്റ്റ് റേഞ്ചിന്റെ ഭാഗങ്ങളാണിവിടം. ദീർഘദൂരം ഇങ്ങനെ വനത്തിലൂടെയാണ് യാത്ര. ഇതിനിടയിൽ ചില ചെറു ഗ്രാമങ്ങളുമുണ്ട്. ബൈക്കർമാരുടെ ഒരു ഇഷ്ട റൂട്ടാണ് ഈ ചുരം പാത. രസകരമാണ് ഇതുവഴിയുള്ള യാത്ര. താഴ്വാരത്തു നിന്നും ബസ്സും ലോറിയുമെല്ലാം കിതപ്പോടെ ചുരം കയറി വരുന്നു.
ചുരം ഇറങ്ങി പിന്നെയും കുറേ ദൂരം യാത്ര ചെയ്തു വേണം നർമ്മദയുടെ തീരത്തേക്കെത്താൻ. ഇത്തരം മലമ്പ്രദേശങ്ങളിൽ നിന്നുള്ള പല അരുവികൾ ചേർന്നാണ് നർമ്മദ രൂപപ്പെടുന്നത്. വിന്ധ്യപർവ്വതത്തിലെ പല മലനിരകളിൽ നിന്നും ഒഴുകിവരുന്ന അരുവികളാണത്. അങ്ങനെ വരുമ്പോൾ നർമ്മദയുടെ ഉത്ഭവസ്ഥാനം ഇവിടമൊക്കെ തന്നെയാണെന്ന് പറയാം. പുലർക്കാലത്തെ ഗംഭീരമായ ഒരു യാത്ര. രസകരമായ കാഴ്ചയിലൂടെ മലമ്പാതയിലൂടെ താഴ്വരയിലേക്കുള്ള സഞ്ചാരം തുടർന്നു.